കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് എന്ന് നേതാക്കൾ മറക്കരുതെന്നും അബിൻ വർക്കി പറഞ്ഞു. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാകില്ല. കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21-ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുക. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. മിഥില, ഈ വിഷയത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം, പരിഹാസമൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനിടയിലും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമർശനവും പരിഹാസവും ഒക്കെ ശക്തമാവുകയാണോ മിഥില? അതേ രീജിത്ത്, അത്തരത്തിൽ തന്നെ പാർട്ടിക്ക് അകത്തുനിന്നുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ കടുത്ത ഭാഷയുള്ള വിമർശനം നേതാക്കൾക്കെതിരെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു വീഡിയോ പുറത്തു വന്നത്. അതായത് കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം ചെയ്യുന്നതിന് ഉപകരണങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ കണ്ടെത്തിയ വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്. അതിന് പിന്നാലെ റീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിനും വലിയ രീതിയിലുള്ള ഒരു വിമർശനവും പരിഹാസവും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു കടുത്ത വിമർശനം ഉണ്ടായിട്ടുള്ളത്. യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റ് നടക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ. അതിന്റെ കുറ്റ്യാടിയിൽ നടന്ന ഈ ഒരു പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിൽ അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്നും ഒരു രൂക്ഷ വിമർശനം ഉണ്ടായത്. കൂടോത്രം ചെയ്താലല്ല, പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുള്ളൂ, പണിയെടുത്താലേ നേതാക്കന്മാർ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, സയന്റിഫിക് ടെമ്പർ എന്ന വാക്കും ആശയവും നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് നിങ്ങൾ എന്ന് നേതാക്കന്മാർ ഓർക്കണമെന്നും അബിൻ വർക്കി സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. കടുത്ത രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. റീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്.